ജീവിതത്തിൽ പലപ്പോഴും ചതികളും വഞ്ചനകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അപരിചിതരിൽ നിന്നായിരിക്കില്ല. നമുക്ക് ഏറെ വിശ്വസ്തരായ, നാം ഏറെ വിശ്വസ്തരെന്ന് കരുതിപ്പോരുന്ന ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്നോ അടുപ്പമുള്ളവർ കാരണമോ ആയിരിക്കാം. വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള മിത്രമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള ശത്രുവിനേക്കാൾ അപകടകാരി. അങ്ങനെ പറയാൻ കാരണം എന്തെന്നാൽ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള ഒരു വ്യക്തിയുമായി ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശത്രുത ഉണ്ടായി എന്ന് വരാം. പക്ഷെ എന്നിരുന്നാലും നാളെ ഒരു അത്യാവശ്യ കാര്യം നടപ്പാക്കി തരാൻ കഴിയുമോ എന്ന് ആ ശത്രുതയുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള വ്യക്തിയോട് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ശത്രുത ഉള്ളതുകൊണ്ട് ചെയ്തു തരാൻ കഴിയില്ല എങ്കിൽ അദ്ദേഹം അത് ചെയ്തു തരാൻ കഴിയില്ല എന്ന് പറയും. അതല്ലെങ്കിൽ ചെയ്തു തരാൻ കഴിയുമെന്ന് പറയും. ചെയ്തു തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസ്തതയുള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അത് ചെയ്തു തരും. എന്നാൽ നേരെ മറിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള മിത്രത്തോടാണ് നാളെ ഒരു കാര്യം ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതെങ്കിൽ ആ ചെയ്തു തരാം എന്ന് പറയുകയും പലപ്പോഴും ആ സമയത്ത് ആ സഹായം ലഭിക്കാതെ വരികയും അദ്ദേഹത്തെ കണ്ടു കിട്ടാൻ തന്നെ പ്രയാസമായി വരികയും ചെയ്തേക്കാം. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാലും ഫോൺ എടുക്കണമെന്നുമില്ല. പിന്നീട് നേരിട്ട് കാണുമ്പോൾ അയ്യോ സോറി, എനിക്ക് വേറെ ഒരു അത്യാവശ്യം വന്നുപോയി എന്ന് തുടങ്ങി പല പല ഒഴിവ് കഴിവുകളും ന്യായീകരണങ്ങളും നിരത്തുകയും ചെയ്യാം. ഇതാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള മിത്രമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയായി മാറും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള ശത്രു ആണെങ്കിൽ കൂടിയും അത് കഴിയില്ലാത്ത കാര്യമാണെങ്കിൽ കഴിയില്ല, അത് നടക്കില്ല എന്ന് നേരെ പറയുന്നത് കൊണ്ട് അതിന് മറ്റൊരു പരിഹാരം കണ്ടെത്താനും ആ കാര്യം നടപ്പാക്കാനും കഴിയും. അതേസമയം വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള മിത്രമാണെങ്കിൽ അത് ഞാൻ ഉറപ്പായും ചെയ്തു തരാം, അതൊരു സഹായമാകട്ടെ മറ്റെന്തെങ്കിലും ഒരു കാര്യമാകട്ടെ എന്ത് തന്നെ ആകട്ടെ അത് ഞാൻ ഉറപ്പായും ചെയ്തു തരാം എന്ന് പറയുകയും അത് വിശ്വസിച്ചിരിക്കുകയും അവസാന നിമിഷം അദ്ദേഹം അത് കൈയൊഴിയുകയും കണ്ടു കിട്ടാൻ പോലും കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടി പോവുകയോ ചിലപ്പോഴൊക്കെ ചെറു അപകടങ്ങൾ പോലും സംഭവിക്കാനും സാധ്യതയുണ്ടാവുകയും ചെയ്യാം. പൊന്നുരച്ചു നോക്കണം, ആളെ അടുത്തറിയണം എന്നതാണ് പ്രമാണം. ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ചുകൊണ്ടോ ഒരു വ്യക്തി വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നുള്ള നിഗമനത്തിൽ എത്താൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ, ചില ലക്ഷണങ്ങളൊക്കെ ചില സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടുമാകാം. എന്നിരുന്നാലും വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ മനഃശാസ്ത്രപരമായ പൊതു ലക്ഷണങ്ങൾ ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും പല അവസരങ്ങളിലായി മൂന്നിലധികം പ്രാവശ്യം വാക്ക് തെറ്റിക്കുന്നുവെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമാണ്. ഒരാഴ്ചക്കുള്ളിലാണ് ആ മൂന്നിലധികം പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യത്തോളം വാക്ക് ലംഘിക്കുന്നത്, വാക്ക് തെറ്റിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സമയത്തെക്കുറിച്ചാകട്ടെ പണത്തെക്കുറിച്ചാകട്ടെ ഒരാഴ്ചക്കുള്ളിലൊക്കെ ആണെങ്കിൽ ആ ഒരു സാഹചര്യ സമ്മർദ്ദം ചിലപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത അപകടകരമായ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യ സമ്മർദ്ദത്തിൽ ആയതുകൊണ്ടാണ്. അതല്ല, അതുകൊണ്ടാണ് ഒരു 2 മാസം മുതൽ 6 മാസം വരെ 6 മാസ കാലയളവിലുള്ള കാലഘട്ടത്തിലൊക്കെ 6 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിലധികം നിങ്ങളോട് മാത്രമോ അല്ലെങ്കിൽ മറ്റു പലരോടുമോ 3 പ്രാവശ്യത്തിലധികം പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും വാഗ്ദാന ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വമാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഉറപ്പാണ് എന്ന് പറയാൻ കാരണം 6 മാസ കാലയളവിനുള്ളിലാകുമ്പോൾ അത് സാഹചര്യ സമ്മർദ്ദം കൊണ്ടല്ല, അത് ആ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. അതല്ലെങ്കിൽ പറയാൻ കഴിയുന്നതേ ഉള്ളൂ, സമയമുണ്ട് പറയാവുന്നതേ ഉള്ളൂ, അത് കഴിയില്ല നടക്കില്ല എന്നുള്ളത്. അത് സമയത്തെക്കുറിച്ചായാലും പണത്തെക്കുറിച്ചായാലും. നമുക്ക് ആദ്യം ആ സമയത്തെക്കുറിച്ചുള്ള വാഗ്ദാന ലംഘനത്തിന്റെ അല്ലെങ്കിൽ ആ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതം നമുക്ക് മനസ്സിലാക്കാം. പൊതുവിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഫോൺ ചെയ്യുമ്പോൾ പോലും ഒരു 5 മിനിറ്റിൽ വിളിക്കാട്ടോ, സംസാരം മധ്യേയോ സംസാരം തുടങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റിൽ വിളിക്കാട്ടോ, 5 മിനിറ്റ് ഇതാ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ആ 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുകയും 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും വിളിച്ചാൽ കിട്ടില്ല, ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടാകില്ല, ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കാം, പലതുമായിരിക്കാം. ചില നേരത്തെ പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ടുപോകാം. എങ്കിലും നോർമലി പൊതുവെ 3 or 4 പ്രാവശ്യത്തിനപ്പുറം 1 or 2 മാസത്തിനുള്ളിലോ 6 മാസത്തിനുള്ളിലോ 2 or 3 പ്രാവശ്യത്തിലധികം 5 മിനിറ്റിൽ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ആ 5ാം മിനിറ്റിൽ തന്നെ വിളിക്കുന്ന വ്യക്തിയല്ല എങ്കിൽ, കാരണം വിശ്വസ്ത എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, അത് എലൈറ്റ് ക്ലാസ്സിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആ എലൈറ്റ് ക്ലാസിന്റെ രീതിയിലേക്ക് വളരുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് 5 മിനിറ്റിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ 5ാം മിനിറ്റിൽ തന്നെ വിളിച്ചിരിക്കണം. അല്ലെങ്കിൽ 5ാം മിനിറ്റിൽ വിളിച്ച് നമുക്ക് ഇപ്പോൾ സംസാരം തുടരാൻ കഴിയില്ല, നാളെയാകട്ടെ എന്ന് പറയണം. മറ്റൊരു സമയലംഘനം, വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളുടെ സമയ വാഗ്ദാന ലംഘനമാണ് നാളെ 10 മണിക്ക് കാണാമെന്ന് ഇരുകൂട്ടരും പറഞ്ഞ് ഉറപ്പിക്കും. ഓക്കെ നാളെ 10 മണിക്ക് ഉറപ്പ് എന്ന് പറയും. 10 മണിക്ക് മഷിയിട്ട് നോക്കിയാൽ കാണില്ല, വിളിച്ചാലും എടുക്കില്ല. ഇത്തരം സമയ വാഗ്ദാന ലംഘനങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വമാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു 6 മാസ കാലയളവിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലോ 2 ദിവസത്തിലോ ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ
സാഹചര്യ സമ്മർദ്ദം കൊണ്ടാകാം. പക്ഷേ 6 മാസ കാലയളവിനുള്ളിൽ നിങ്ങളോട് 3 പ്രാവശ്യത്തിലധികം സമയ വാഗ്ദാന ലംഘനം, അത് ഇപ്പൊ വിളിക്കാട്ടോ എന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാകട്ടെ, നാളെ കാണാമെന്ന് പറഞ്ഞതാകട്ടെ, ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്ത് ഒരുമിച്ച് പോകാനിരുന്നപ്പോഴാകട്ടെ, അത്തരം സാഹചര്യങ്ങൾ 3-ലധികം പ്രാവശ്യം ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതം തന്നെയാണ്. അത് മറ്റൊരാളോടും, നിങ്ങളോട് മാത്രമല്ല മറ്റാരോടെങ്കിലും അങ്ങനെ 3 പ്രാവശ്യത്തിലധികം വാഗ്ദാന ലംഘനം, സമയ വാഗ്ദാന ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പുള്ള വ്യക്തിയാണെങ്കിലും, അത് തെറ്റിദ്ധാരണയാകരുത്, വ്യക്തമായി ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വം തന്നെയാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള വ്യക്തികൾ എങ്ങനെയാണ് പറയുക? അത് 5 മിനിറ്റിൽ ഇപ്പൊ കഴിയില്ലാട്ടോ, നോക്കൂ ഇപ്പം സമയമില്ല, നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ വിളിച്ച് ഏത് സമയത്ത് സംസാരിക്കാമെന്ന് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 3:30 സംസാരിക്കാം, അങ്ങനെ കഴിയുന്നൊരു സമയമാണ് പറയുക. അതുപോലെ നാളെ രാവിലെ 10 മണിക്ക് ഓക്കെ നാളെ രാവിലെ 10 മണിക്ക് ഉറപ്പ് എന്ന് പറയില്ല. നാളെ രാവിലെ 10 മണിക്ക് കഴിയില്ലല്ലോ, നാളെയും മറ്റന്നാളും കഴിയില്ല, അതിന് പിറ്റേന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരം നോക്കാം. അങ്ങനെ കഴിയുന്ന സമയവാഗ്ദാനമേ വിശ്വസ്തതയുള്ള ആളുകൾ പറയൂ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ള ആളുകൾ പറയൂ. ഇത് ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള ആളുകളോട് ഇത് ചൂണ്ടിക്കാണിച്ചാലും അവർ പറയും, അല്ല അത് ഞാൻ നാളെ 10 മണിക്ക് വരില്ല എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയാണ് പറഞ്ഞത് എന്നുള്ള ഒരു ന്യായീകരണമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് പറയുക. ഇവർ മനസ്സിലാക്കുന്നില്ല, വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ടാകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമായി മാറുന്നത് എന്നുള്ളതും. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രകൃതമായിരിക്കില്ല ഈ വിശ്വസ്തതയില്ലാത്ത പ്രകൃതമുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞ് വിശ്വസ്തത ഇല്ലാത്തവരെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പോംവഴി. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതമുള്ളവരെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗമാണ്, അവർക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് സമയം പറഞ്ഞാൽ പാലിച്ചിരിക്കും. 5 മിനിറ്റിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ 5-ാം മിനിറ്റിനുള്ളിൽ വിളിച്ചിരിക്കും, 6 മിനിറ്റ് ആകില്ല. രാവിലെ 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ കണ്ടിരിക്കും, 10:01 ആകില്ല. ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അത് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളുള്ളവരെ, പൊതുരംഗത്തുള്ളവരെയൊക്കെ അതിനേക്കാളും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ അത് ബാധകമല്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതായി വരും. ചില ആളുകൾ ഇങ്ങനെയാണ്, 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയും, അയ്യോ വേറൊരാൾ വിളിച്ചപ്പോൾ പോകേണ്ടി വന്നു, അത് ഇതിനേക്കാളും താരതമ്യേന അത്യാവശ്യമില്ലാത്ത കാര്യമാണ്, അതിന്റെ പിന്നാലെ പോയി എങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നയാളല്ല. അദ്ദേഹം ആ കാര്യം അയാളുടെ കൂടെ പോകുന്നത് മാറ്റിവെച്ച് ഈ കാര്യം നടപ്പാക്കുകയാണ് വേണ്ടത്, ഏറ്റെടുത്ത കാര്യം ആദ്യം നടപ്പാക്കുകയാണ് വേണ്ടത്. പക്ഷെ ചില കാര്യങ്ങളിൽ ആ എമർജൻസി വരുന്നത് മനസ്സിലാക്കാനുള്ള വിവേചനാധികാരവും നമുക്കുണ്ടാക്കണം. ഏതായാലും പൊതുവിൽ സമയം പാലിക്കുന്നവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കും. അതുപോലെ തന്നെയാണ് പണത്തിന്റെ കാര്യവും. തരാനുള്ള പണമാകട്ടെ, വായ്പയായി കടമായി ചോദിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ പണമാകട്ടെ, ചെറിയ സംഖ്യയാകട്ടെ വലിയ സംഖ്യയാകട്ടെ, 3 പ്രാവശ്യത്തിലധികം പണത്തെക്കുറിച്ചുള്ള വാഗ്ദാന ലംഘനം നടത്തിയെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തിത്വമുള്ളവർ അത് കഴിയില്ല എന്ന് മുൻകൂട്ടി തന്നെ പറയും. കാരണം അവർക്കറിയാം അത് കഴിയും, നൽകാമെന്ന് പറഞ്ഞ് ആ സമയത്ത് അത് നൽകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് എത്ര വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാനും കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കാലയെ കൂട്ടി തന്നെ കഴിയുമെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് പറയൂ, അതല്ലെങ്കിൽ കഴിയില്ല എന്ന് തന്നെ പറയും. പക്ഷേ ഈ വാഗ്ദാന ലംഘനം നടത്തുന്നവർക്കും അറിയാം കഴിയുമെന്ന് പറഞ്ഞ് ആ സമയത്ത് ലഭ്യമാക്കിയില്ല എങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന്. പക്ഷേ എങ്കിലും അവർ ആ പാഴ്വാഗ്ദാനം നടത്തുകയും ചെയ്യും. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അത് സംഭവിക്കുന്നത് യാദൃച്ഛികമാകാം, സാഹചര്യ സമ്മർദ്ദം കൊണ്ടാകാം. പക്ഷേ 3 പ്രാവശ്യത്തിലധികം, പ്രത്യേകിച്ചും അത് 2 മാസത്തിനുള്ളിലോ 6 മാസത്തിനുള്ളിലോ ആണെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തിയാണെന്ന് വ്യക്തം തന്നെയാണ്. അതുപോലെയാണ് മറ്റ് കാര്യങ്ങളും ഏറ്റെടുത്തതിന് ശേഷം ഒഴിഞ്ഞു മാറുന്നത്, അല്ലെങ്കിൽ ആ വാഗ്ദാന ലംഘനം നടപ്പാക്കുന്നത്. അത് വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹ്യമായ എന്തെങ്കിലും കാര്യമാകട്ടെ, എന്തെങ്കിലും പ്രോഗ്രാമുകളുടെയോ മറ്റോ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, ആ സമയത്ത് ചെയ്യാമെന്നെല്ലാം പറഞ്ഞതിന് ശേഷം അത് ഒഴിഞ്ഞു മാറുന്നത്, അതും 1-2 പ്രാവശ്യമല്ല 3 പ്രാവശ്യത്തിലധികം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന പ്രകൃതവും വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തിത്വമുള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ഹെൽപ്പുകളോ സഹായങ്ങളോ മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തിൽ വിളിച്ചു പറയുക എന്നത്. നിങ്ങളോട് മാത്രമായി പറയുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല, അത് വൈകാരികമാണ്. പക്ഷേ മറ്റൊരാളെങ്കിലും കേൾക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കെ, ഞാൻ ആ സഹായത്തിന്റെ ആ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന കാര്യം മുൻപ് ചെയ്തു തന്നത് നീ മറന്നുപോയി, ഞാൻ ഇന്ന സാധനം നിനക്ക് തന്നത് നീ മറന്നുപോയി, അങ്ങനെ ആ സാധനങ്ങളുടെയോ ആ സേവനങ്ങളുടെയോ പേര്
പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കേൾക്കെ, മറ്റൊരാളുടെയെങ്കിലും കേൾക്കെ പോലും അത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് നീ മറന്നുപോയി, ഞാൻ അത് തന്നത് നീ മറന്നുപോയി, ആ ചെയ്ത എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ സ്വയം ഇരവാദം പോലെ, എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ഇരവാദം പോലെ അയാൾ പറയുന്നുവെങ്കിലും അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തി തന്നെയാണ്. ഇനി മറ്റൊരു ലക്ഷണം, അയാളുടെ സുഹൃത്ത് അയാളോട് മാത്രമായി പറഞ്ഞൊരു രഹസ്യം, ആ രഹസ്യം നിങ്ങളോട് പങ്കുവെക്കുന്നുവെങ്കിലും അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിത്വമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ, നിങ്ങളില്ലാത്ത അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെങ്കിൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയേ അല്ല. അയാൾ നിങ്ങൾക്ക് മാത്രമല്ല വിശ്വസ്തനല്ലാതായി തീരുന്നത്, അയാൾ ആർക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ്. ഒരാളുടെ അസാന്നിധ്യത്തിൽ മനഃപൂർവ്വമായി അയാളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക, അയാൾ ഉള്ളപ്പോൾ മോശമായ കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കൂടിയാണെങ്കിൽ ഉറപ്പിക്കാം അയാൾ വിശ്വസ്തനായ വ്യക്തിയേ അല്ല. അതുപോലെ മറ്റൊരു കാര്യമാണ്, അമിതമായി പുകഴ്ത്തുന്നവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല. പ്രത്യേകിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ പാടുള്ളവരല്ല. അവർ അറിയാത്തത് കൊണ്ടോ അബദ്ധം പറ്റിയോ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മുടെ വിവേചനാധികാരം കൊണ്ട് നമുക്ക് മനസ്സിലാകും, അതല്ല നമ്മുടെ വിവേചന ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകും. അതല്ലാതെ മനഃപൂർവ്വമായി എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി എന്നോണം ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഇനി മറ്റൊന്നാണ്, നുണകൾ പറയുന്നവരെ, സ്ഥിരമായി നുണ പറയുന്നവരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും അതിലെ ചില നിസാര നുണകൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരുപദ്രവമായ നുണകൾ, ഒരുപക്ഷെ ഫോൺ ചെയ്യുമ്പോൾ അയാൾ കാസർഗോഡ് ആയിരിക്കും, പക്ഷെ അയാൾ പറയും ഞാൻ തിരുവനന്തപുരത്താണ് എന്ന് പറയും. അയാൾ കാസർഗോഡ് ആയിരിക്കെ തിരുവനന്തപുരത്താണ് എന്ന് പറയുന്നുവെങ്കിൽ അതിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രത്യേക കാരണമൊന്നുമില്ല എങ്കിൽ, അയാൾ തിരുവനന്തപുരത്തായാലും കാസർഗോഡ് നിങ്ങൾക്ക് പ്രത്യേക കാര്യമോ താല്പര്യമോ ഒന്നുമില്ലാത്ത സന്ദർഭങ്ങളിലും അയാൾ എവിടെയായിരിക്കുന്നുവോ അതിന് വിരുദ്ധമായി മറ്റൊരു സ്ഥലത്താണ് എന്ന് പറയുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് അയാൾ വിശ്വസ്തനെയല്ല. ശരിക്കും അയാൾ മറ്റാർക്കും വിശ്വസ്തനല്ല. കാരണം അയാളുടെ ഉള്ളിലെ പ്രകൃതം മറച്ചു വെക്കുന്ന വിശ്വസ്തനല്ലാത്ത പ്രകൃതം ആണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ചിലപ്പോഴൊക്കെ അത് തമാശ പോലെ ആയിരിക്കാം, കാര്യമായെന്ന പോലെ ആയിരിക്കില്ല. അതൊരു തരം നാട്യമാണ്, തമാശ പോലെ. അത് ഒരിക്കലൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, സുഹൃത്തുക്കളൊക്കെ കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ കൊച്ചു കൊച്ചു റാഗിങ്ങളും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേക വ്യക്തി എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും തമാശ രൂപേണയാണെങ്കിലും നിങ്ങളെ ഇകഴ്ത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ, താഴ്ത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ, അത് തമാശയാണെങ്കിൽ പലപ്പോഴുമൊക്കെ ഉയർത്തിയും സംസാരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഉയർത്തി സംസാരിക്കുന്ന സന്ദർഭങ്ങളെക്കാൾ കൂടുതലായി ഇദ്ദേഹം അത് താഴ്ത്തി സംസാരിക്കുന്നുവെങ്കിൽ ഇയാളുടെ മനസ്സിൽ നിങ്ങളോട് നന്മയല്ല, എന്തോ വിദ്വേഷം തന്നെയാണ്. അതാണ് ആ പുറത്തു വരുന്നത്. അത് പുറമേ അത് തോന്നിപ്പിക്കാതിരിക്കാൻ അത് തമാശ എന്ന നാട്യേന പ്രയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാവശ്യം ഇകഴ്ത്തി സംസാരിക്കുന്നുവെങ്കിൽ അതൊരു തമാശ എന്നോണം നിങ്ങൾക്കും ഒന്ന് തിരിച്ചു പറയാൻ കഴിയില്ല, എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് തിരിച്ചു പറയാൻ കഴിയാത്തതുപോലെ തമാശ എന്നോണമാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നുവെങ്കിൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയല്ല. അതുപോലെ പണം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങിയവ ധാരാളമായി ഉള്ളപ്പോൾ കൂടെ ഉണ്ടായിരിക്കുകയും പണം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങിയവ നഷ്ടപ്പെടുമ്പോൾ കൂടെ ഇല്ലാതിരിക്കുകയും അകലം പാലിക്കുകയും ചെയ്യുന്നവരെയും വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ഗണത്തിൽ തന്നെയാണ് പെടുത്തേണ്ടത്. അവരൊരുപക്ഷെ പല കാരണങ്ങളും ന്യായങ്ങളും പറഞ്ഞേക്കാം, പക്ഷേ പണം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങിയവ ധാരാളമായി ഉണ്ടായിരുന്നപ്പോൾ ആ കാരണങ്ങളൊന്നും ബാധകമല്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അത്തരം കാരണങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമായതുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. ഏതായാലും വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള ആളുകളെ തിരിച്ചറിയുകയും അവരെ തിക് ഫ്രണ്ട്സ് ആക്കാതിരിക്കുകയും അവരിൽ നിന്ന് അകലം പാലിക്കുകയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുകയും തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതോടുകൂടി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുന്നതും പറഞ്ഞു മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്നതും നന്മ തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലോ, എല്ലാവരെയും ഒഴിവാക്കലാണോ പരിഹാരം എന്നുള്ളത്. അല്ല, കഴിയുമെന്ന് കഴിയുമെങ്കിൽ അവർ തിരുത്തുമെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതിന് കഴിയില്ല എങ്കിൽ അവർ തിരുത്തില്ല, അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ അവരിൽ നിന്നോ അവർ മുഖാന്തരമോ ചതികളും വിശ്വാസ വഞ്ചനകളും ഏറ്റുവാങ്ങാതെ അവനവന്റെ ജീവിതം കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും തടസ്സങ്ങളും വീണു പോകാതിരിക്കാൻ വേണ്ടി അത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കുകയും അവരെ മനഃപൂർവ്വം അകറ്റി നിർത്തുകയും തന്നെയാണ് നല്ലത്. അതുപോലെ തിക് ഫ്രണ്ട്സ് ആക്കേണ്ടതില്ലാത്ത
ഉറ്റമിത്രങ്ങളാക്കേണ്ടതില്ലാത്ത എന്നാൽ നിത്യേന ഇടപെടേണ്ടി വരുന്ന ഓഫീസിലോ മറ്റ് സാഹചര്യങ്ങളിലോ ഒക്കെ നിത്യേന ഇടപെടേണ്ടി വരുന്ന ആളുകൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരെയും മനസ്സിലാക്കി അവരിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കാതെ എന്താണോ ആ ഇടപാടുകൾ ആ കാര്യങ്ങൾ നടപ്പാക്കുക മാത്രം ചെയ്യുക, ആവശ്യമുള്ള അളവിൽ മാത്രം ഇടപെടുക. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിലിരിക്കുകയും ചെയ്യണം. അതുപോലെ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിലെ ഏത് മേഖലയിലെയും ക്രീമി ലെയർ ആളുകൾക്ക്, എലൈറ്റ് ക്ലാസ് ആളുകൾക്ക് തിക് ഫ്രണ്ട്സ് ആയി വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ എല്ലാവരുമായും സാമൂഹ്യമായി ഇടപെടുകയും എല്ലാവരുമായും ഒരു സാധാ സൗഹൃദമൊക്കെ സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷേ തിക് ഫ്രണ്ട്സ് അവർക്ക് കുറച്ചു പേർ, സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ എല്ലാവരെയും, ആ സൗഹൃദമുള്ള പരിചയമുള്ള എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ആയിരിക്കില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളെ, വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രകൃതമുള്ള ആളുകളെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് തന്നെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ചിലപ്പോഴൊക്കെയോ പലപ്പോഴുമോ വൻ ചതിക്കുഴികളിൽ വീഴുന്നതും വലിയ വിശ്വാസ വഞ്ചനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഒഴിവാക്കാനും കഴിയും. അങ്ങനെ പറയാൻ കാരണം ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും ചതിക്കുഴികളിൽ വീഴുന്നതും വിശ്വാസ വഞ്ചനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അപരിചിതരെ കൊണ്ടല്ല, ഏറ്റവും അടുപ്പമുള്ളവരെ കൊണ്ടോ അവർ മുഖാന്തിരമോ ആയിരിക്കും. ഇനി ഇക്കാര്യത്തിൽ സ്വയം ചിന്തിക്കുക, സ്വയം വഴികാട്ടിയാവുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഹൈപ്പ് പോയിന്റുകൾ നൽകാനും കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക്